ശ്രീ കെ എസ് അരുൺകുമാർ, ഇവിടെ ഈ ബക്കാഡിക്ക് വേണ്ടി 6ാമത്തെ മാസം 2021 പുതിയ 2ാമത്തെ പിണറായി സർക്കാർ വന്നപ്പോ 6ാമത്തെ മാസത്തിനിടയിൽ എം വി ഗോവിന്ദൻ എടുത്ത നീക്കങ്ങൾ, ആ എക്സൈസ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത നീക്കങ്ങൾ, അതിന്റെ ഫയലുകൾ എടുത്തു വെച്ചിട്ടാണ് ഇന്നിപ്പോ വി ഡി സതീശന്റെ ഒരു പ്രതിരോധമുള്ളത്. ആ കഥയാണ് ശ്രീ നിജേഷ് ആയാലും ശ്രീ എൻ ശ്രീകുമാർ ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് വി ഡി സതീശൻ എന്താ പറഞ്ഞത്? ഇത് നടക്കുമോ നടക്കില്ലയോ? എന്താ പ്രതിപക്ഷത്തിന്റെ ബോധ്യം? ഇന്നത്തെ ബജറ്റ് ചർച്ചയുടെ മറുപടിയിലൂടെ വി ഡി സതീശന്റെ വീര്യം കുറഞ്ഞു, UDFന്റെ വീര്യവും കുറഞ്ഞു, കോൺഗ്രസിന്റെ വീര്യവും കുറഞ്ഞു. അടുത്തെങ്ങാനും മെച്ചപ്പെടുത്താൻ പറ്റാത്ത വീര്യമായിട്ട് തന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ, കോൺഗ്രസോ UDF ഒന്നും അറിയാതെ, ഒരു മദ്യനയം പോലും ഇല്ലാതെ കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നത് ഞങ്ങൾക്ക് മദ്യനയം ഇല്ല എന്ന്. മദ്യനയം ഇല്ലെങ്കിൽ പിന്നെ ഈ ടാക്സ് നിശ്ചയിക്കുന്ന സാഹചര്യം എങ്ങനെ വന്നു എന്നതാണ് ഞങ്ങൾ ചോദിച്ചത്. 2.25 മണിക്കൂർ കൊണ്ട് ഫയൽ മേശപ്പുറത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ കാണേണ്ടവരെല്ലാം കണ്ട് ഇത്തരത്തിലൊരു തീരുമാനം വന്നപ്പോൾ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ, ഗൗരവമായിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ എന്നതാ. 3 കൊല്ലമായി തീരുമാനമെടുക്കാതെ വച്ച ഫയല. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ എൻ ശ്രീകുമാർ? തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടാണ് തീരുമാനമെടുക്കാത്തതെന്ന്. 251% കൃത്യമായി വിൽപ്പന നികുതി നിശ്ചയിച്ചതേ അത് ഉറച്ച തീരുമാനം തന്നെയാണ്. സ്പിരിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന എല്ലാ മദ്യത്തിനും 251% അതിൽ നിന്ന് കുറയില്ല. എന്തുകൊണ്ട് കുറയില്ല? കുറഞ്ഞാൽ വില കുറയും, ഉപഭോഗം കൂടും. ഉപഭോഗം കൂടിയാലോ ആസക്തി കൂടും. ചെറുപ്പക്കാരിലടക്കം മദ്യത്തിന്റെ ആസക്തി കൂടുന്നതിനെ ഈ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നികുതിയിൽ തന്നെ പിടിച്ചു നിന്നു. പിന്നെ എന്തുകൊണ്ട് മദ്യനയം പോലും ഇല്ലാതെ, UDFൽ ചർച്ച ചെയ്യാതെ, കോൺഗ്രസിൽ മറ്റാരും ചർച്ച ചെയ്യാതെ ഈ നികുതി ഇങ്ങനെ വെട്ടിക്കുറച്ചു ഒരാഴ്ചക്കുള്ളിൽ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിനെന്താ മറുപടി പറഞ്ഞേ? ഞങ്ങളിത് നടപ്പാക്കാനുള്ളതല്ല. ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനി ഇത് വിൽപ്പനയ്ക്ക് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ, ഒരു കോടതി പോയാൽ ബജറ്റ് നിർദ്ദേശം ഇത്ര നികുതി ഞങ്ങൾ അടച്ചു, ഞങ്ങളെ വിൽക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, പിന്നീട് UDF മദ്യനയം ഉണ്ടാക്കുകയുള്ളൂ എന്നിട്ട് ഇത് നടപ്പാക്കൂ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നിലനിൽക്കുമോ? ഇതിനെന്താ ഡിഫൻസ് പറഞ്ഞ്? ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താ, 2018 വിദേശ നിർമ്മിത ഫോറിൻ ലിക്വർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നികുതി കുറച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ നുണയാ പറയുന്നത്? 2018 ആരാ പ്രതിപക്ഷ നേതാവ്? രമേശ് ചെന്നിത്തല. പിന്നെ 5 കൊല്ലം ഇതേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. 8 കൊല്ലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിവാദം ഇവർ ഉയർത്തിയോ? പോട്ടെ, ഒരു പത്രപ്രസ്താവനയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇട്ടോ? ഇപ്പൊ എന്തിയെ അത് ഉന്നയിക്കാൻ കാരണം? അത് പച്ചയായ നുണയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അന്നെന്താ 152% കസ്റ്റംസ് ഡ്യൂട്ടി. ആ കസ്റ്റംസ് ഡ്യൂട്ടി യഥാർത്ഥ വിലയോട് കൂട്ടി അതിന് 115% വിൽപ്പന നികുതി. അതായത് 100 രൂപ ഉള്ള ഒരു അടിസ്ഥാന വിലയുള്ള ഒരു മദ്യം, വിദേശത്ത് നിർമ്മിച്ച മദ്യം, അതിന് കൃത്യമായി 152 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ 252 ആയി. പിന്നെ ആ 252ന്റെ 115% വിൽപ്പന നികുതി. അങ്ങനെ വരുമ്പോൾ 541 ആയി. ആ 115 എന്ന് പറഞ്ഞാൽ 289 രൂപ വരും. 252 പ്ലസ് 289 541 വരും. അതേ മദ്യം അതേ സ്പിരിറ്റിന്റെ അളവിൽ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ അന്ന് 210% ഉള്ളൂ. ആ 210% എന്ന് പറഞ്ഞാൽ 100 രൂപ അടിസ്ഥാന വില, 210 പ്ലസ് 310 രൂപയ്ക്ക് കിട്ടും. ഒരേ മദ്യം, ഒരേ പേര്, ഒരേ അളവ്, അതിൽ ലിക്വറിന്റെ അളവ്, മറ്റേ സ്പിരിറ്റിന്റെ അളവ്, നിർമ്മാണം അവിടെ ആയാലും ഇവിടെ ആയാലും വില വ്യത്യാസം വരുന്നത് 1 541, 1 310. ഇത്തരത്തിലുള്ള വ്യത്യാസം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ശതമാനത്തിൽ കുറവ് വരുത്തിയത്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരേ മദ്യം ഒരേ വിലയ്ക്ക് കിട്ടുക, അത്തരത്തിൽ പൊതുസമൂഹത്തിൽ 8 വർഷമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഒരു വിവാദമായിട്ട് ഉയർത്തി. നിങ്ങളും അത് ചെയ്തിട്ടില്ലേ? ഇതിനു മുമ്പ് ഫയൽ വന്നിട്ടുണ്ട്. ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്ന് ഫയലിന്റെ സൈഡിൽ എഴുതും. പക്ഷെ തീരുമാനം എടുത്തോ? ഏതെങ്കിലും തരത്തിൽ മദ്യ ലോബിയെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? അപ്പോ ഇവിടെ വീര്യം കുറഞ്ഞത് വി ഡി സതീശനാണ്, UDFന്റെ നിലപാടിനാണ്. ബജറ്റിൽ ഇത്തരത്തിൽ അനധികൃതമായി തിരികെ കയറ്റിയതിനെ പ്രതിപക്ഷം എതിർത്തതോടൊപ്പം തന്നെ UDFലെ കക്ഷികളും UDFന്റെ നേതാക്കന്മാരും KC വേണുഗോപാലും അടക്കമുള്ളവർ എതിർത്ത സാഹചര്യത്തിൽ വീര്യം കുറഞ്ഞ് തോൽവി സംബന്ധിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ. ഇതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, ഈ ബജറ്റ് ചർച്ചയുടെ മറുപടിയുമായി പറഞ്ഞ കാര്യങ്ങൾ, PM ശ്രീ ആയാലും ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും എങ്ങനെയാ ഇപ്പൊ ഇത് ഉയർന്നു വന്നേ? പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എടുത്ത നിലപാടിൽ നിന്ന് പൂർണ്ണമായി നഗ്നമായി ലംഘനം നടത്തി അദ്ദേഹത്തിന്റെ വീര്യം കുറച്ചിരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ചോദ്യത്തിന്റെ ഭാഗമായിട്ട് പറയാം. അതുകൊണ്ട് കൃത്യമായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇന്ന് UDFന്റെ 35 ദിവസത്തിനുള്ളിൽ വാഗ്ദാന ലംഘനത്തിന്റെയും വാക്കുപാറ്റലിന്റെയും മദ്യലോബിയെയും കോർപ്പറേറ്റുകളെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്.